നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ദുരന്ത നിവാരണ പ്രവർത്തനം. എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാർ ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യങ്ങളില്ലാതെ അവധിയെടുക്കരുതെന്ന് ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. അടിയന്തര അവധിക്കായി വകുപ്പ് മേധാവികളുടെ മുൻകൂർ അനുമതി തേടണമെന്നും കളക്ടർ. മുങ്ങിയ കപ്പലിൽ നിന്നും കൊല്ലം തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ റോഡ് മാർഗം മാറ്റി തുടങ്ങി. ശക്തികുളങ്ങര ഭാഗത്ത് തീരത്തടഞ്ഞ കണ്ടെയ്നറുകളാണ് മാറ്റുന്നത്. കണ്ടെയ്നറിൽ നിന്നും തീരത്തടഞ്ഞ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള ജോലികളും ആരംഭിച്ചു. മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ആശുപത്രി കെട്ടിടം ചോർന്നൊലിക്കുന്നു. നിർമ്മാണത്തിന്റെ അപാകത അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തം. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിട ബ്ലോക്കാണ് ചോർന്നൊലിക്കുന്നത്. പോലീസ് ക്വാർട്ടേഴ്സിനായി ഫ്ളാറ്റ് സമുച്ചയം ഉയരുന്നു. 2 നിലകളിലായി 8 ഫ്ളാറ്റുകളാണ് പുനലൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ ഉയരുന്നത്. കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷനാണ് ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാർ ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിലല്ലാതെ അവധിയെടുക്കരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. അടിയന്തര അവധിക്കായി വകുപ്പ് മേധാവികളുടെ മുൻകൂർ അനുമതി തേടണമെന്നും കളക്ടർ അറിയിച്ചു. ജില്ലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാർ ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യങ്ങളിലല്ലാതെ അവധിയെടുക്കരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു. അടിയന്തര അവധിക്കായി വകുപ്പ് മേധാവികളുടെ മുൻകൂർ അനുമതി തേടണം. നിലവിൽ അവധിയിലുള്ളവർ തിരികെ ജോലിയിൽ പ്രവേശിക്കണം. ഉദ്യോഗസ്ഥർ ഔദ്യോഗിക മൊബൈൽ ഫോൺ മുഴുവൻ സമയവും പ്രവർത്തന സജ്ജമാക്കണം. ഏത് സമയത്തും ഫോണിൽ ലഭ്യമായിരിക്കണം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി അവശ്യഘട്ടങ്ങളിൽ എല്ലാ വകുപ്പ് ജീവനക്കാരും സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നും കൊല്ലം തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ റോഡ് മാർഗം മാറ്റി തുടങ്ങി. ശക്തികുളങ്ങര ഭാഗത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളാണ് ഇവിടെ നിന്നും കൊല്ലം തുറമുഖത്തേക്ക് മാറ്റുന്നത്. കണ്ടെയ്നറിൽ നിന്നും തീരത്തടിഞ്ഞ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള ജോലികളും ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നും കൊല്ലം തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകളാണ് റോഡ് മാർഗം മാറ്റി തുടങ്ങിയത്. ശക്തികുളങ്ങര ഭാഗത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളാണ് ഇവിടെ നിന്നും കൊല്ലം തുറമുഖത്തേക്ക് മാറ്റുന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കണ്ടെയ്നറുകളുടെ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് ലോറിയിലേക്ക് മാറ്റുന്നത്. നിലവിൽ 9 കണ്ടെയ്നറുകളാണ് ശക്തികുളങ്ങര തീരത്തുള്ളത്. തീരദേശ റോഡുകളിലൂടെ വലിപ്പം കൂടിയ കണ്ടെയ്നറുകൾ മാറ്റുന്നതിന് നിലവിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്. കടൽ മാർഗം ബോട്ട് ഉപയോഗിച്ച് കെട്ടിവലിച്ച് കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിൽ എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതോടെയാണ് റോഡ് മാർഗം തന്നെ ഇവ നീക്കം ചെയ്യാൻ നടപടികൾ തുടങ്ങിയത്. കണ്ടെയ്നറിൽ നിന്നും തീരത്തടിഞ്ഞ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള ജോലികളും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സൗദി അറേബ്യ ദമാം OICC കുടുംബ ധനസഹായ ഫണ്ട് വിതരണവും പെരുവേലിക്കര വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും നടത്തി. ദമാം OICC കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷിബു ജോയുടെ കുടുംബത്തിനാണ് ധനസഹായം നൽകിയത്. സൗദി അറേബ്യ ദമാം OICC കുടുംബ ധനസഹായ ഫണ്ട് വിതരണവും പെരുവേലിക്കര വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും നടത്തി. ദമാം OICC കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിയും പുനലൂർ ഗവൺമെന്റ് പോളി മുൻ ചെയർമാനുമായിരുന്ന ഷിബു ജോയിയുടെ കുടുംബത്തിനാണ് ധനസഹായം കൈമാറിയത്. OICC ഗ്ലോബൽ മുൻ സെക്രട്ടറി ചന്ദ്രൻ കല്ലട, സൗദി OICC നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല, സലീം ചാത്തന്നൂർ, സത്താർ കല്ലുവാതുക്കൽ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ധനസഹായം കൈമാറിയത്. തുടർന്ന് പെരുവേലിക്കര വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും നടത്തി. CR മഹേഷ് MLA ധനസഹായം കൈമാറി. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ഒക്കെ നവമാധ്യമത്തിന്റെ ഒരു വലിയ സ്വാധീനത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ചാവേറിനെ പോലെ ഒരു യുദ്ധമുന്നണിയിലെ പോരാളിയെ പോലെ പ്രവർത്തിച്ച സഹോദരനായിരുന്നു ഷിബു. വളരെ പെട്ടെന്നാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. ഷിബുവിന്റെ കുടുംബത്തെ സഹായിക്കുക അതൊക്കെ ഞാൻ പറയുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ OICCയുടെ ദമാം ജില്ലാ കമ്മിറ്റിയും
റിപ്പോർട്ട് സമാധാനിക്കുകയും അത് ഇവിടെ എത്തിക്കുകയും ആ കുടുംബത്തിന് കൈമാറുകയും ചെയ്യുക. ഈ വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ കോൺഗ്രസ്സുകാരെന്നോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ ഒന്നും നോക്കാതെ എല്ലാവരോടും അടുത്തിടപെടുകയും എല്ലാവരുടെയും കാര്യങ്ങൾക്ക് നിൽക്കുകയും ചെയ്ത സഹോദരനാണ് പ്രിയപ്പെട്ട ശ്രീ. ചികിത്സ, ധനസഹായ വിതരണം, പ്രതിഭകളെ ആദരിക്കൽ, 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും പഠനോപകരണ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. KPCC നിർവാഹക സമിതി അംഗം MV ശശികുമാരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. K ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. R രാജേഷ് സ്വാഗതം പറഞ്ഞു. DCC സെക്രട്ടറി കല്ലട ഗിരീഷ്, DCC എക്സിക്യൂട്ടീവ് അംഗം തുണ്ടിൽ നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വൈ ഷാജഹാൻ, ഗ്രാമപഞ്ചായത്ത് അംഗം S വത്സലകുമാരി, R അരവിന്ദാക്ഷൻ പിള്ള, വിനോദ് വല്യത്ത്, കടപുഴ മാധവൻ, റഷീദ്, ബിനോയ്, VS പിള്ള, V സനാതനൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ആശുപത്രി കെട്ടിടം ചോർന്നൊലിക്കുന്നു. നിർമ്മാണത്തിന്റെ അപാകത അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തം. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിട ബ്ലോക്കാണ് ചോർന്നൊലിക്കുന്നത്. നിലവിൽ കെട്ടിടത്തിന്റെ ഭിത്തികൾ വിണ്ടുകീറിയ നിലയിലാണ്. നബാർഡിന്റെ സഹായത്തോടെയുള്ള പദ്ധതിയുടെ കീഴിൽ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിട ബ്ലോക്കിന്റെ നിർമ്മാണത്തിലെ ഗുരുതരമായ അഴിമതിയും ക്രമക്കേടും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിജിലൻസിൽ പരാതി നൽകിയത്. ജില്ലാ ദിശാംഗവും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗവുമായ മുത്താരരാജാണ് പരാതി നൽകിയത്. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ സ്ഥിതി ചെയ്യുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം മാവേലിക്കര MLAയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തിട്ട് ഏതാനും മാസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇന്ന് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. മഴ പെയ്തപ്പോൾ കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കെട്ടിടത്തിലേക്ക് എത്തുന്ന രോഗികൾക്ക് കുട ചൂടിയല്ലാതെ അതിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. വളരെ വ്യക്തമായ ഒരു അഴിമതിയാണ് ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയാണ് പൊതു സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകി മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. മാസങ്ങൾക്ക് മുമ്പാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ കെട്ടിടത്തിന്റെ ചുവരുകളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. മേൽക്കൂരകൾ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. നിലവാരമില്ലാത്ത നിർമ്മാണ രീതിയാണ് പ്ലാസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചതെന്ന് ആക്ഷേപമുണ്ട്. നിലവാരമില്ലാത്ത വസ്തുക്കളാണ് കൂടുതലായും നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. പദ്ധതി നടത്തിപ്പിലെ സാധ്യമായ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നു. ആശുപത്രി കെട്ടിടം ചോർന്നൊലിച്ചു തുടങ്ങിയതോടെ ആശുപത്രി ആശ്രയിക്കുന്ന രോഗികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയും അപകടത്തിലായിരിക്കുകയാണ്. ഉപയോഗിച്ച ഫണ്ടുകളുടെ ഓഡിറ്റ്, നിർമ്മാണ ഗുണനിലവാരം വിലയിരുത്തൽ എന്നിവയിൽ ഉൾപ്പെടെ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആക്ഷേപം. ഇത് സംബന്ധിച്ചാണ് വിജിലൻസിൽ പരാതി നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പോലീസ് ക്വാർട്ടേഴ്സിനായി ഫ്ളാറ്റ് സമുച്ചയം ഉയരുന്നു. 2 നിലകളിലായി 8 ഫ്ളാറ്റുകളാണ് പുനലൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ ഉയരുന്നത്. കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷനാണ് ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. പുനലൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ 2 നിലകളിലായാണ് 8 ഫ്ളാറ്റ് സമുച്ചയം ഉയരുന്നത്. 5 മാസം മുമ്പാണ് നിർമ്മാണം ആരംഭിച്ചത്. ഇതിനായി 1.96 കോടി രൂപ അനുവദിച്ചിരുന്നു. കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷനാണ് നിർമ്മാണ ചുമതല. പുനലൂർ പോലീസ് സ്റ്റേഷനും ഡിവൈഎസ്പി ഓഫീസിനും മധ്യയുള്ള ഭാഗത്തെ പഴയ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു നീക്കിയ സ്ഥലത്താണ് നിർമ്മാണം നടക്കുന്നത്. 3.4 ഏക്കർ ഭൂമിയുള്ള ഇവിടെ അപകട ഭീഷണി നേരിടുന്നതും വാസയോഗ്യം അല്ലാത്തതുമായ 48 ക്വാർട്ടേഴ്സുകളാണുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 250 മീറ്റർ അകലെയാണ് ഫ്ളാറ്റ് സമുച്ചയം വരുന്നത്. ആഭ്യന്തര വകുപ്പിന് പട്ടണത്തിൽ തന്ത്രപ്രധാനമായ സ്ഥലത്ത് 3 ഏക്കറിലധികം സ്ഥലം ഉണ്ടെങ്കിലും ബാക്കി ഭാഗങ്ങൾ കാട് പിടിച്ചു കിടക്കുകയാണ്. പോലീസ് സ്റ്റേഷന് അനുബന്ധമായ ഇതര കെട്ടിടങ്ങളും കൂടുതൽ ക്വാർട്ടേഴ്സുകളും നിർമ്മിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ചെമ്മന്തൂരിൽ നിന്ന് പോലീസ് സ്റ്റേഷന്റെ മുൻഭാഗത്തുകൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന റോഡും പുനർനിർമ്മിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. പരേഡ് ഗ്രൗണ്ട്, പാർക്കിംഗ് ഏരിയ, കളിസ്ഥലം എന്നിവയും അനുബന്ധമായി സ്ഥാപിക്കണമെന്നും ബന്ധപ്പെട്ടവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കായംകുളം സബ് ട്രഷററുടെ ശിലാസ്ഥാപനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. 1.94 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. in
കായംകുളം സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം നടത്തി. 1.94 കോടി രൂപ വിനിയോഗിച്ചാണ് സബ് ട്രഷറി നിർമ്മിക്കുന്നത്. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. HLL ലൈഫ് കെയർ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. കാഴ്ചശക്തി പരിശോധിക്കുക, ബുദ്ധി പരിശോധിക്കുക എന്നല്ലാതെ വേറെ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു, ഇത്രയേറെ കാര്യങ്ങൾ നടക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെന്റ്, ഞാനിത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ ഓരോ സ്ഥലത്തും, ഞാൻ തൊട്ടു മുമ്പ് എടത്വായിലെ അവിടുത്തെ ട്രഷറിയുടെ തറക്കല്ലിടൽ കഴിഞ്ഞാൽ വന്നേ. ഇതെല്ലാം 9 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ്. ഇത് 9 മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് പദ്ധതി. എടത്വായിൽ നിന്ന് ഇവിടെ വരെ അരമണിക്കൂർ എടുത്തില്ല. എടത്വായ ഒരു 10 വർഷം മുമ്പ് എന്തായിരുന്നു അമ്പലപ്പുഴ പൊടിയാടി തിരുവല്ല റോഡ്, എന്തായിരുന്നു AC റോഡ്, ഇവിടുത്തെ ഓരോ റോഡുകൾ എന്തായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയമൊന്നുമില്ല. കാരണം എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളതാണ് കേരളം. എല്ലാവർക്കും സുഖമായി ജീവിക്കാൻ കഴിയേണ്ട നാടാണ് കേരളം. ആ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം, അത് ഈ ചെറിയ റോഡുകളും മാത്രമല്ല, ആശുപത്രിയിലും സ്കൂളുകളും മറ്റു കാര്യങ്ങളും മാത്രമല്ല. വിഴിഞ്ഞം തുറമുഖം പോലൊരു തുറമുഖം സ്വപ്നത്തിൽ കാണാൻ പറ്റുമായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് 8500 കോടി രൂപ ചെലവായതിനകത്ത് 5600, 5700 കോടിയും ചെലവാക്കിയത് സംസ്ഥാന ഗവൺമെന്റാണ്. ബാക്കി ആ കൺസ്ട്രക്ഷണൽ കമ്പനിയാണ് 2500 കോടി. ഒരൊറ്റ നയാ പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല എന്നുള്ളപ്പോഴാണ് അത്ര ലോകത്തെ ഏറ്റവും വലിയ 15 തുറമുഖങ്ങളിൽ ഒന്നായി മാറിയ വിഴിഞ്ഞം ഈ കൊച്ചു കേരളത്തിലെ സാധാരണ നിങ്ങളും ഞാനും അടക്കമുള്ള മനുഷ്യർ ചേർന്നുകൊണ്ട് പൂർത്തീകരിച്ചത് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അഡ്വക്കേറ്റ് U പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, ട്രഷറി വകുപ്പ് ഡയറക്ടർ V സാജൻ, ദക്ഷിണ മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ KP ബിജുമോൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS സുൽഫിക്കർ, മായാദേവി, SK വിശ്വനാഥ, ഷാമില അനിമോൻ, അഡ്വക്കേറ്റ് ഫർസാന ഹബീബ്, കൗൺസിലർ രാജശ്രീ കമ്മത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. നവീകരണം പൂർത്തിയാക്കിയ ആലഞ്ചേരി അണങ്ങൂർ ക്ഷീരസംഘം റോഡ് തുറന്നു നൽകി. ഏരൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിച്ചത്. 3.8 ലക്ഷം രൂപയാണ് നവീകരണത്തിനായി വിനിയോഗിച്ചത്. നവീകരണം പൂർത്തിയാക്കിയ ആലഞ്ചേരി അണങ്ങൂർ ക്ഷീരസംഘം റോഡാണ് തുറന്നു നൽകിയത്. ഏരൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.8 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അജിത് ഉദ്ഘാടനം നിർവഹിച്ചു. റോഡുകളുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണനയാണ് പഞ്ചായത്ത് നൽകുന്നതെന്നും പഞ്ചായത്തിലും പ്രത്യേകിച്ച് ആലഞ്ചേരി വാർഡിലും വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും അജിത് പറഞ്ഞു. ഒരു 1.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ആലഞ്ചേരി വാർഡിൽ നടത്തുവാൻ കഴിയും. തീർച്ചയായിട്ടും പുതിയ വാർഡ് മെമ്പർ ജയിച്ചതിന് ശേഷമുള്ള വികസന പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നേറുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു പിന്തുണ ആ കാര്യത്തിൽ എല്ലാ ആളുകളും നന്നായി സഹകരിക്കുന്നുണ്ട്. നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം തന്നെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി പഞ്ചായത്തിന് 30 ലക്ഷം രൂപ അനുമതി കിട്ടിയിട്ടുണ്ട്. തുടർന്ന് ആ കാര്യങ്ങളിലേക്കും ഗ്രാമപഞ്ചായത്ത് പോകും. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പിൽ ജില്ലയിൽ തന്നെ 1ാം സ്ഥാനത്തെത്തിയ പഞ്ചായത്താണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത്. മുൻ വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ടൂ വീലർ പോലും പോകാൻ കഴിയാത്ത തരത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഏറെ നാളായിട്ട് ആളുകൾ ആവശ്യപ്പെടുന്നതാണ്, പ്രത്യേകിച്ചും ധാരാളം ആളുകൾ ഈ പാൽ സൊസൈറ്റിയിൽ വരുന്ന സാഹചര്യത്തിൽ പാൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാഹനങ്ങളായാലും അതേപോലെ തന്നെ മറ്റ് യാത്രക്കാരായാലും അവർക്കൊക്കെ അസൗകര്യമായി നിലനിൽക്കുന്നതായിരുന്നു. വാർഡംഗം SR മഞ്ജു, ഇടതുമുന്നണി നേതാക്കളായ രാജീവ്, ലിനുമോൻ, മനോജ്, മഞ്ജു മനോജ് എന്നിവർ പങ്കെടുത്തു. വാർഡിലെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി. തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്കൂൾ ബസ് പരിശോധനയും ബസ് ജീവനക്കാരുടെ പരിശീലനവും നടത്തി. ഓപ്പറേഷൻ സുരക്ഷിത വിദ്യാരംഭത്തിന്റെ ഭാഗമായാണ് സ്കൂൾ ബസ്സുകളുടെ പരിശോധന നടത്തിയത്. പുനലൂർ നെല്ലിപ്പള്ളി ഗവൺമെന്റ് പോളിടെക്നിക് പരിസരത്താണ് വാഹന പരിശോധന നടത്തിയത്. ഓപ്പറേഷൻ സുരക്ഷിത വിദ്യാരംഭം 2025ന്റെ ഭാഗമായാണ് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്കൂൾ ബസ് പരിശോധനയും ബസ് ജീവനക്കാർക്കുള്ള പരിശീലനവും നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ലിപ്പള്ളി ഗവൺമെന്റ് പോളിടെക്നിക് പരിസരത്തായിരുന്നു വാഹന പരിശോധന നടത്തിയത്. നെല്ലിപ്പള്ളി സേക്രഡ് ഹാർട്ട് ചർച്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച വാഹനങ്ങൾക്ക് പ്രത്യേക സ്റ്റിക്കർ പതിപ്പിച്ചു. പുനലൂർ സബ് RT ഓഫീസിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സ്കൂൾ ബസ് ജീവനക്കാരും പരിശീലന പരിപാടിയിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമായി പങ്കെടുത്തു. MVI BK സുദീപ് ക്ലാസിന് നേതൃത്വം നൽകി. അപ്പോൾ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്നുള്ള വാഹനം അതിൻ്റെയും മുന്നിലും പിന്നിലും പ്രദർശിപ്പിച്ചിരിക്കണം.
അത് സ്കൂൾ ഡ്യൂട്ടിയിൽ വരുന്ന സമയത്ത് മാത്രം പ്രവർത്തിച്ചാൽ മതി. അവർ അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ അത് ഉപയോഗിക്കേണ്ട കാര്യം. പക്ഷേ സ്കൂളിൽ ഇത് നിങ്ങൾ നോക്കണം. കാരണം സ്കൂൾ ഡ്യൂട്ടി എന്നുള്ളത് ഈ വരുന്ന വാഹനങ്ങൾ ഉറപ്പാക്കുന്നത് നിങ്ങളല്ലേ ഡെയിലി ഈ സ്കൂളിൽ കയറുകയും ചെയ്യുന്നുണ്ട് അല്ലേ? സ്കൂളിൽ ഇരിക്കുന്ന പ്രിൻസിപ്പാളല്ലോ. പ്രിൻസിപ്പാളിന് ചിലപ്പോൾ രാവിലെ ഒന്ന് മാത്രം നോക്കാൻ പറ്റും. ഏതൊക്കെ ബസ്സുകൾ വരുന്നുണ്ടോ, പുറത്തുനിന്നുള്ള കുട്ടികളെ ഏതൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ ഒരു ദിവസം നോക്കാം. എല്ലാ ദിവസവും പ്രിൻസിപ്പാളിന് നല്ല പണി. അപ്പം നിങ്ങളാണ് ശ്രദ്ധിക്കണം. നിങ്ങളോടൊപ്പം കയറി വരുന്ന മറ്റു വാഹനങ്ങൾ എങ്ങനെയുള്ളതാണ്. അതീവ ഇന്നോവയാണെങ്കിൽ പോലും അയാളുടെ കുട്ടികളാണ് കൊണ്ടുവന്ന കുഴപ്പമില്ല. പക്ഷെ അങ്ങനല്ലോ. അപ്പോൾ അത് ഓൺ സ്കൂൾ ഡ്യൂട്ടി ബോർഡ് ഈ 2 വാഹനങ്ങളും ഉണ്ടാവണം. അതിൽ പറയുന്ന ഡ്രൈവർക്കും ഇതേപോലുള്ള സംവിധാനങ്ങൾ വേണമെന്നാണ് പറയുന്നത്. പക്ഷെ അതിപ്പോൾ നമുക്ക് നിർബന്ധമാക്കുന്നതിന് എങ്ങനെയാണോ വിടാം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിന്റെ കാറ്റഗറി എന്ത് തരം വാഹനമാണ്, അതിന് വേണ്ടുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടാവും. നിങ്ങൾ ഓടിക്കുന്ന ഈ റൂട്ട് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടാവും. റൂട്ട് മാറി മാറി ഓടിക്കും. സ്ഥിര ഒരു റൂട്ടല്ലേ ഓടിക്കാറ്. ഒരുപാട് ബസ്സുകളൊക്കെ ഉള്ള സ്കൂളുകളിലാണ് 47-50 ബസ്സുകളുള്ള സ്കൂളുണ്ട്. അവിടെയൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നിട്ട് ഓടി. ഈ മാറി തിരിഞ്ഞ് ഓടിക്കുമ്പോൾ പ്രശ്നം അറിയും. ഒന്ന്, കുട്ടികൾ എത്ര പോയിന്റ് കയറുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. രണ്ടാമത് ടൈമിൽ ഒരു കാൽക്കുലേഷൻ. MVI ഷിബു KJ വാഹന പരിശോധനയ്ക്കും നേതൃത്വം നൽകി. AMVIമാരായ അബ്ദുൽ സലാം TK, മനേക്ഷ R, സിബു S, സ്മിജിത്ത് VS എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അനുസ്മരണം തഴവയിൽ സംഘടിപ്പിച്ചു. ഇസ്കാഫ് കൊല്ലം ജില്ലാ കമ്മിറ്റിയും തഴവ AVHSഉം ഇയാനത്ത് സാംസ്കാരിക കൂട്ടായ്മയും സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ഇസ്കാഫ് കൊല്ലം ജില്ലാ കമ്മിറ്റി, തഴവ AVHS, ഇയാനത്ത് സാംസ്കാരിക കൂട്ടായ്മ എന്നിവ സംയുക്തമായാണ് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അനുസ്മരണം തഴവയിൽ സംഘടിപ്പിച്ചത്. തഴവ അമ്പലമുക്കിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ പരമാവധി പരിശ്രമിച്ച മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച ഭരണാധികാരിയായിരുന്നു നെഹ്റുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നെഹ്റു സംഭവബഹുലമായ ജീവിതം നയിച്ചയാണ്. നെഹ്റു, സുഭാഷ് ചന്ദ്രബോസും എല്ലാം ഗാന്ധിയോടൊപ്പം ചേരുമ്പോൾ ഇന്ത്യയിൽ ജനകീയമായ ഒരു പൊതുപ്രവർത്തന മേഖല തുറന്നു വരുന്നത്. നെഹ്റു എല്ലാ കാലത്തും സോഷ്യലിസത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഒരു വക്താവായി. അദ്ദേഹത്തിന് ഒരുപാട് പേരുടെ അഭിപ്രായ വ്യത്യാസമുണ്ടായി. പക്ഷെ അഭിപ്രായ വ്യത്യാസമുള്ളവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനാധിപത്യമായി അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെ പ്രധാനമാണ്. ഒരു സമൂഹത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. കൈതവനത്തറ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ KC രാജൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് MS താര, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ശിവപ്രസാദ, ഇസ്കാഫ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PG രവീന്ദ്രനാഥ്, G സുധാകരൻ നായർ, പോണാൽ നന്ദകുമാർ, PC സുനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. ഗ്രന്ഥശാല കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. നീണ്ടകര പരിമണം ബാപ്പുജി സ്മാരക ഗ്രന്ഥശാല കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത്. 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. നീണ്ടകര പരിമണം ബാപ്പുജി സ്മാരക ഗ്രന്ഥശാല കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം. 20 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. ഗ്രന്ഥശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിച്ചു. ബാപ്പുജി സ്മാരക ഗ്രന്ഥശാല പ്രസിഡന്റ് N ശ്രീകണ്ഠൻ പിള്ള അധ്യക്ഷത വഹിച്ചു. G രാജീവൻ പിള്ള സ്വാഗതം പറഞ്ഞു. D ജയകുമാർ ഗ്രന്ഥശാല ചരിത്രം അവലോകനം ചെയ്തു. മുൻ ഗ്രന്ഥശാല പ്രസിഡന്റുമാർക്കുള്ള ആദരവായുള്ള ഫോട്ടോ അനാച്ഛാദനം മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജീവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, M സുരേഷ്, ജോയി ആന്റണി, സേതുലക്ഷ്മി S, ശിവൻകുട്ടി S, വരദരാജൻ G, ലതീശൻ K, പുഷ്പരാജൻ U, സാബു, വേദവ്യാസൻ, മന്മഥൻ S, അഡ്വക്കേറ്റ് സേതുനാഥൻ പിള്ള, കൃഷ്ണകുമാർ D, രജനി M, നാഗേഷ് കുമാർ, അജി S, സന്തോഷ് കുമാർ G, ശശികുമാർ B എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ദുരന്ത നിവാരണ പ്രവർത്തനം. എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാർ ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യങ്ങളില്ലാതെ അവധിയെടുക്കരുതെന്ന് ജില്ലാ കളക്ടർ N ദേവിദാസ്. അടിയന്തര അവധിക്കായി വകുപ്പ് മേധാവികളുടെ മുൻകൂർ അനുമതി തേടണമെന്നും കളക്ടർ. മുങ്ങിയ കപ്പലിൽ നിന്നും കൊല്ലം തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ റോഡ് മാർഗം മാറ്റി തുടങ്ങി. ശക്തികുളങ്ങര ഭാഗത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളാണ് മാറ്റുന്നത്.
കണ്ടെയ്നറിൽ നിന്നും തീരത്തെളിഞ്ഞ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള ജോലികളും ആരംഭിച്ചു. മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ആശുപത്രി കെട്ടിടം ചോർന്നൊലിക്കുന്നു. നിർമ്മാണത്തിന്റെ അപാകത അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തം. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിട ബ്ലോക്കാണ് ചോർന്നൊലിക്കുന്നത്. പോലീസ് ക്വാർട്ടേഴ്സിനായി ഫ്ളാറ്റ് സമുച്ചയം ഉയരുന്നു. 2 നിലകളിലായി 8 ഫ്ളാറ്റുകളാണ് പുനലൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ ഉയരുന്നത്. കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷനാണ് ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.